വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ നിയമന വിവാദം ചർച്ചയാകുന്നതിനിടെ MLA IC ബാലകൃഷ്ണന് കുരുക്കായി ശുപാർശ കത്ത്. DCC പ്രസിഡന്റ് ആയിരിക്കെ സുൽത്താൻ ബത്തേരി urban ബാങ്കിൽ നിയമനം നൽകണമെന്ന് IC ബാലകൃഷ്ണൻ ശുപാർശ ചെയ്യുന്ന കത്താണ് പുറത്തുവന്നത്. അതേസമയം NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും അറസ്റ്റ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞു. 2021 IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശ കത്താണ് പുറത്തുവന്നത്. അർബൻ ബാങ്കിലെ സ്വീപ്പർ തസ്തികയിൽ പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് നിയമനം നൽകാനായിരുന്നു കത്ത്. ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നെന്മേനിക്കുന്ന് സ്വദേശിക്ക് നിയമനം നൽകി. ഈ നിയമനത്തോടെയാണ് ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ മകൻ ജിജേഷിന് അർബൻ ബാങ്കിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതെന്നാണ് CPIM ആരോപണം. ഇതിനു പിന്നിൽ കോഴയിടപാടാണെന്ന് കാണിച്ച CPIM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ പോലീസിൽ പരാതി നൽകി. കേസെടുത്തതിന് പിന്നാലെ താൻ ഒളിവിൽ പോയെന്ന പ്രചാരണം ശരിയല്ലെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. 2 ദിവസത്തിനകം വയനാട്ടിൽ തിരിച്ചെത്തും. നീതിന്യായ വ്യവസ്ഥയിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നും IC ബാലകൃഷ്ണൻ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നോ നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് നടപടി. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞത്. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ് പറഞ്ഞു. 24 വയനാട്.